ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമില്ല, കപ്പയും ബീഫും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്കും വളരെയേറെ ഇഷ്ടമാണ് കപ്പയും ബീഫും. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തിലാണ്. അങ്ങനെ മാർക്കറ്റിൽ പോയപ്പോൾ കപ്പ കണ്ടു, അങ്ങനെ കപ്പ വാങ്ങിച്ചതാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറം തൊലിയൊന്ന് കളഞ്ഞ ശേഷം അതിനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ കപ്പ കൈക്ക് വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 കിലോയോളം വരുന്നുണ്ട് ഈ കപ്പ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ പിന്നെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അധികം സമയമൊന്നും എടുക്കത്തില്ല ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒരു വിസിൽ തന്നെ അടിച്ചാൽ മതി. ഏറിപ്പോയാൽ രണ്ട് ആവശ്യമില്ല, ഒന്ന് തന്നെ മതിയാവും. അത് അധികം ഉടഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വിസിലടിച്ച് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതായത് നമ്മുടെ ഈ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 7 വെളുത്തുള്ളി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ, മുഴുവനായിട്ടൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ചിരവിയ അതിലേക്ക് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള കറിയിലയും പിന്നെ പച്ചമുളകും 7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ അടപ്പ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നന്നായി അരഞ്ഞ് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകം, അതും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന കപ്പ അതൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ ഏകദേശം ഒരു വിസിൽ അടിച്ചു, 2 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അതിൻ്റെ വെള്ളവും നമ്മുടെ കപ്പയും ഒന്ന് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അടുത്തത് നമുക്കിതൊന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, കുഴിയുള്ള പാത്രമാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് കൂടുതലൊന്നും ഇളക്കി, അതുപോലെ തന്നെ ഇനി അധികമൊന്നും കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമ്മൾക്ക് ഇങ്ങനെ പാത്രത്തിലിട്ട് നമ്മളിങ്ങനെ അനക്കൂല, അങ്ങനെ അനക്കി കൊടുത്താലും മതിയാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നു. അടുത്തത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അധിക ടൈമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് കുക്ക് ചെയ്തതായതുകൊണ്ട് നമ്മൾ അധിക ടൈമിലേക്കൊന്നും വെക്കുന്നില്ല. അതായത് ഈ ഗ്രേവി മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് ബീഫ് ഉണ്ടാക്കണം. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുക്കുന്നുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ച പൊടികളാണ്. അപ്പോൾ മീറ്റ് മസാല പൗഡർ ഒരു 4 ടീസ്പൂണോളം, അപ്പോൾ അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അതൊരു 4 ടീസ്പൂണോളം ആവശ്യം വരും. ഇത്തിരി എരിവുണ്ടായിരിക്കണം.
അങ്ങനെ ഞാനിവിടെ ഒരു 4-4.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഗരം മസാലയാണ്. ഞാനിവിടെ ഗരം മസാല 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം അടിയിൽ കട്ട പിടിക്കാത്ത രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊരു അപ്പോൾ ഞാനിതാ ഇത് മസാല ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് തക്കാളി, ഞാനിവിടെ 3 വലിപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ തേങ്ങ കൊത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ കളറൊന്ന് ജസ്റ്റ് ബ്രൗൺ കളറായിട്ടൊന്ന് വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ കളർ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. ഞാനിവിടെ 2 വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ചായി വന്നാൽ മതി. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ്, ടൊമാറ്റോ. സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടി കൊടുക്കാവുന്നതാണ്. എരിവുള്ള ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. ഇത് ചൂടായി വന്ന ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അത് ഇട്ട് അല്പം നേരം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അരച്ച് വെച്ച മസാല കൂട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഇതിനെ അല്പം വെള്ളം ഒഴിച്ച് ഈ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഈ മസാലയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി വന്ന വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വിടണം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായി തിളച്ച് തുടങ്ങി. ഇപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ ബീഫും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 വിസിലോളം അടിച്ചാൽ മതിയാവും. 4-5 വിസിലോളം മതിയാണ്. ഇപ്പോൾ ഏകദേശം 5 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായിട്ടുണ്ട്. ഡ്രൈ രൂപത്തിലാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഇത് കുക്ക് ചെയ്ത് ഇതിനെ വറ്റിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.